ആരോപണങ്ങളെ തുടർന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ഒഴിയാൻ രഞ്ജിത്തിന് മേൽ സമ്മർദ്ദം. ചെയർമാൻ സ്ഥാനം ഇന്ന് തന്നെ ഒഴിഞ്ഞേക്കുമെന്നാണ് അറിയുന്നത്. സർക്കാർ രാജി ആവശ്യപ്പെട്ടു എന്ന് തന്നെയാണ് സൂചനകൾ വരുന്നത്. മാർഷൽ വി സെബാസ്റ്റ്യൻ വിവരങ്ങളുമായി. മാർഷൽ, ഈ ആരോപണം വന്നത് മുതൽ പലയിടങ്ങളിൽ നിന്ന് ഈ ഒരു സ്ഥാനത്ത് നിന്ന് പിൻവാങ്ങണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നതാണ്. പക്ഷേ ഇന്നലെയും ഒന്നും അദ്ദേഹം കാര്യമായി ഇതിനോട് പ്രതികരിച്ചില്ല. ഇത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ മാത്രമെന്നാണ് ഫോണിലൂടെയാണെങ്കിലും നമ്മളോട് പറഞ്ഞത്. ഇപ്പോഴും കൃത്യമായൊരു പ്രതികരണം നടത്താനോ അല്ലെങ്കിൽ അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറുന്നതിനെ കുറിച്ച് പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. എന്തായാലും സർക്കാരിന് മേൽ വലിയ സമ്മർദ്ദമുണ്ട്. അത് രാഷ്ട്രീയ തലത്തിൽ നിന്നാകട്ടെ, സിനിമാ മേഖലയിൽ നിന്നാകട്ടെ, മറ്റ് ഇടങ്ങളിൽ നിന്നൊക്കെ പ്രമുഖർ ശക്തമായ നിലപാടുകളുമായി രംഗത്ത് വരുന്നു. സർക്കാരിന് രാജിവെപ്പിച്ചേ മതിയാകൂ എന്നൊരു സാഹചര്യത്തിലേക്ക് എത്തുകയാണല്ലേ? ദിവിഷെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലും ചലച്ചിത്ര അക്കാദമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലെല്ലാം തന്നെ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു വെളിപ്പെടുത്തലായിരുന്നു ബംഗാളി നടിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിൽ തന്നെ സർക്കാർ തിരഞ്ഞെടുത്ത് രാഷ്ട്രീയപരമായും നിയമപരമായും സർക്കാർ തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു ചെയർമാൻ സ്ഥാനം, അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ആരോപണത്തിൻ്റെ സത്യസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കുക എന്നുള്ള മാർഗം മാത്രമേ ഉള്ളൂ. ആദ്യഘട്ടത്തിൽ രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ ഒരു പ്രതിരോധം തീർത്തിരുന്നുവെങ്കിലും തുടർന്ന് വീണ്ടും ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയും മറ്റ് മേഖലകളിൽ നിന്ന്, അതായത് CPM-ൻ്റെയും അതോടൊപ്പം തന്നെ ഇടതുമുന്നണിയുടെയും മറ്റു പല മേഖലകളിൽ നിന്നും മറ്റു മന്ത്രിമാരും രഞ്ജിത്ത് രാജിവെക്കുന്നതാണ് നല്ലത് എന്നുള്ള സൂചനകൾ നൽകുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ രഞ്ജിത്ത് രാജിവെക്കണമെന്നുള്ളൊരു നിർദ്ദേശം സാംസ്കാരിക വകുപ്പിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. മലയാള സിനിമയെയും സർക്കാരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുകയും മലയാള സിനിമയുടെ പരിപോഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ചലച്ചിത്ര അക്കാദമി, ആ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തേക്കാണ് അദ്ദേഹത്തെ നിയമിക്കുന്നത്. 5 വർഷത്തോളമായി അദ്ദേഹം ചെയർമാൻ സ്ഥാനത്ത് നിൽക്കുന്നു. മുൻപ് കമലായിരുന്നു അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തുണ്ടായിരുന്നത്. എന്നാൽ അദ്ദേഹത്തിനെതിരെയും പല ആരോപണങ്ങൾ ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹത്തെ മാറ്റിയത്. തുടർന്ന് വന്നതാണ് രഞ്ജിത്ത് മലയാള സിനിമയിലെ മുതിർന്ന സംവിധാനം എന്ന നിലയിലും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ അനുഭാവി എന്ന നിലയിൽ കൂടിയായിരുന്നു രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തിയത്. എന്നാൽ രഞ്ജിത്തിനെതിരെ തന്നെ ഇത്തരമൊരു ആരോപണം ബംഗാളി നടി ഉന്നയിക്കുന്നു. 14 വർഷം മുമ്പുള്ള സംഭവമാണെങ്കിൽ പോലും ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരികയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ രഞ്ജിത്തിനെ പോലെ ആരോപണം നേരിടുന്ന ഒരാളെയുമായി മുന്നോട്ട് പോകുവാൻ ഒരു ഇടതുപക്ഷ സർക്കാരിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടി എന്ന നിലയിൽ തന്നെയാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർത്തുവരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടുക എന്ന നിർദ്ദേശത്തിലേക്ക് സർക്കാർ എത്തിത്തീർന്നിരിക്കുന്നത്. അതനുസരിച്ച് ഇന്ന് തന്നെ രഞ്ജിത്ത് രാജിവെക്കുമെന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ദിവിഷ്, ഇപ്പോൾ സജി ചെറിയാനോടൊക്കെ ആദ്യഘട്ടത്തിൽ പ്രതികരണം തേടുമ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരെ എടുത്ത കേസൊക്കെ ഉയർത്തിക്കാട്ടിയാണ് അതൊന്നും നിലനിൽക്കില്ല, അല്ലെങ്കിൽ അതിനൊന്നും അത്തരത്തിലേക്ക് പോകാൻ കഴിയില്ല എന്നൊക്കെ ന്യായീകരിക്കുകയുണ്ടായത്. ഇപ്പോൾ ബൃന്ദാക്കാരാട്ടടക്കം അല്ലെങ്കിൽ ഇടതുപക്ഷത്ത് നിന്ന് തന്നെ വലിയ സമ്മർദ്ദമൊക്കെ വന്നപ്പോഴാണോ സർക്കാരിന് ഇങ്ങനെയൊരു ചിന്ത തോന്നിയത്? ഇന്നലെ നമ്മൾ ആ നടിയുമായി സംസാരിച്ചതാണ്. അവരുടെ വാക്കുകളിലുണ്ട് അവർ അനുഭവിച്ച വേദനയും അവർ അന്ന് അനുഭവിച്ച ഭയവുമെല്ലാം. പിന്നീട് ഇത് നിയമപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടോ? എനിക്കതിനുള്ള സാഹചര്യങ്ങളില്ല, ഞാനങ്ങനെ മുന്നോട്ട് പോയിട്ട് എന്ത് നേടാനാണ് എന്നുകൂടി അവർ ചോദിക്കേണ്ടായി. അത്രയേറെ നിരാശയോടെയും അല്ലെങ്കിൽ അനുഭവിച്ച വേദനയും ഒക്കെ ഉൾക്കൊണ്ടാണ് അവർ സംസാരിച്ചത്. അങ്ങനെ ഒരു പ്രതികരണം വന്നിട്ട് പോലും ഉടനടി ഒരു തീരുമാനമെടുക്കാൻ സർക്കാരിനോ അല്ലെങ്കിൽ സജി ചെറിയാൻ അടക്കമുള്ളവർക്ക് തോന്നിയില്ല എന്നത് വളരെ കഷ്ടമാണ്. എന്തായാലും ഇപ്പോഴെങ്കിലും അത് ഒരു ഔദ്യോഗിക ഭാഷയിൽ രഞ്ജിത്തുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാമോ? അതോ ഇതും ഇങ്ങനെയൊക്കെ ഒരു ബഹളങ്ങൾ ഉണ്ടാക്കി തള്ളിക്കൊണ്ടു പോവുക എന്നതാണ്? രണ്ട് കാര്യങ്ങൾ ഇതിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ദിവിഷ്. അതായത് ഒന്ന്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നത്തിലല്ല രഞ്ജിത്തിൻ്റെ രാജി ഇപ്പോൾ സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറിച്ച് അദ്ദേഹത്തിനെതിരെ വളരെ പരസ്യമായ രീതിയിൽ തന്നെ ഒരു ആരോപണം ബംഗാളിൽ നിന്നുള്ള പ്രമുഖമായ നടി ഉന്നയിച്ചിരിക്കുകയാണ്. ആ ആരോപണത്തിന്മേൽ എന്ത് നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നു എന്ന് മാധ്യമലോകവും അതോടൊപ്പം തന്നെ പ്രതിപക്ഷവും നോക്കിയിരിക്കുകയാണ്. അത്തരമൊരു കാര്യത്തിലൊരു നടപടി എന്തായാലും സർക്കാർ എടുത്തേ പറ്റൂ. മറ്റൊന്ന്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ സംസ്ഥാന സർക്കാർ പ്രതിരോധത്തിലായിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ 5 വർഷമായിട്ട് 2017 മലയാള സിനിമയിലെ പ്രശ്നങ്ങൾ പഠിക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തന്നെ രൂപീകരിച്ചിട്ടുള്ള ഒരു കമ്മിറ്റി, ആ കമ്മിറ്റി 1 കോടി രൂപ മുടക്കി ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നൽകിയതിന് ശേഷം 2 വർഷ ശേഷം റിപ്പോർട്ട് നൽകിയതിന് ശേഷം അത് 5 വർഷമായി പുറത്തിരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും മാധ്യമപ്രവർത്തകർ അത് വിവരാവകാശത്തിലൂടെ പുറത്തെടുക്കുകയും അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാറ്റുകയും ചെയ്തു എന്നൊക്കെയുള്ള ഗുരുതരമായ ആരോപണങ്ങളുടെ മുന്നിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ
സാഹചര്യത്തിൽ തന്നെയാണ് പരസ്യമായിട്ട് ഒരു നടി ചലച്ചിത്ര അക്കാദമി ചെയർമാനും മലയാളത്തിലെ പ്രമുഖ സംവിധായകനുമായിട്ടുള്ള രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. ആ ആരോപണത്തെ മറികടക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാരിനെ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും നിലപാടിലേക്ക് എത്തിയേ മതിയാകുള്ളൂ. അല്ലാത്ത പക്ഷം അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങും. ഇങ്ങനെയുള്ള ഒരു സർക്കാർ, രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന ഒരു സർക്കാർ പരസ്യമായ പരാതി നടി ഉന്നയിച്ചിട്ടുള്ള പരാതിയിന്മേൽ നടപടിയെടുക്കാതെ പിന്നെ എങ്ങനെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി കൊടുത്തിട്ടുള്ളവരോട് പരാതി ആവശ്യപ്പെടുക എന്നുള്ള ധാർമ്മികമായ ചോദ്യം മുന്നോട്ട് വരും. അത്തരം ചോദ്യത്തെ നേരിടുവാൻ വേണ്ടി ഇന്നത്തെ സാഹചര്യത്തിൽ സാംസ്കാരിക വകുപ്പിനോ ഇടതുപക്ഷ സർക്കാരിനോ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ മുഖച്ഛായ നന്നാക്കുന്നതിനും അതോടൊപ്പം തന്നെ ചലച്ചിത്ര അക്കാദമിയിൽ സുതാര്യമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നതിനും ഹേമ കമ്മിറ്റി ഉൾപ്പെടെയുള്ള കമ്മിറ്റി റിപ്പോർട്ടിനുമേൽ ആർജവത്തോടുകൂടി നടപടിയെടുക്കുന്ന ഒരു സർക്കാരാണ് തങ്ങളെന്ന് തെളിയിക്കുന്നതിനും വേണ്ടി ഇപ്പോൾ രഞ്ജിത്തിൻ്റെ രാജി ആവശ്യപ്പെടുക എന്നുള്ളത് സർക്കാരിൻ്റെ ആവശ്യമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് രഞ്ജിത്ത് ഇന്ന് തന്നെ രാജിവെക്കുമെന്നാണ്. അത്തരം ഒരു നിർദ്ദേശം തിരുവനന്തപുരത്ത് നിന്നും സാംസ്കാരിക വകുപ്പിൽ നിന്നും പോയിട്ടുണ്ട്. അതനുസരിച്ചുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. എന്നാൽ രാജിവെക്കാതിരിക്കുന്നത്, നേരത്തെ ദിവേഷ് ചോദിച്ച പോലെ ഇത്തരമൊരു ആരോപണം വരുമ്പോഴും രാജിവെക്കാതെ മുന്നോട്ട് പോകാമെന്ന് അദ്ദേഹം കരുതുകയാണെങ്കിൽ അത് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ വിഷയത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്കാക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ നിയോഗിച്ച സർക്കാർ തന്നെ അത് തിരിച്ചടിയായി മാറും. എന്നും മാത്രമല്ല, മന്ത്രിസഭയിലെ 4ഓളം മന്ത്രിമാർ ഇന്ന് വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു, ഇത്തരം പരാതികൾ ഉന്നയിക്കുമ്പോൾ കൃത്യമായ നടപടി ഞങ്ങൾ സ്വീകരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തേണ്ട മന്ത്രിമാർക്ക് ഈ ഒരു കാര്യത്തിൽ നടപടി സ്വീകരിച്ചുകൊണ്ട് മാത്രമേ അവരുടെ മുഖം വ്യക്തമാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ രാജി പ്രഖ്യാപനം നടത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദിവിഷ്.